ദേവാലയങ്ങളിലെ അൽത്താര ഗായകരുടെ ഒരു വലിയ സ്നേഹ സംഗമത്തിനാണ് ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന ഈ മ്യൂസിക് ഷോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പാട്ടിന്റെ, സംഗീതത്തിന്റെ, പ്രാർത്ഥനയുടെ ഒരു മഹാസംഗമത്തിലേക്ക്, ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി അടുത്തതായി ദാവീദിന്റെ കിന്നരങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിരിക്കുന്ന തൃത്തൂർ സെന്റ് തോമസ് ചർച്ചിലെ ഗായകരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സെന്റ് തോമസ് ചർച്ച്, തുരുത്തൂർ. തുരുത്തൂർ സെന്റ് തോമസ് ദേവാലയത്തിന് 100-ലേറെ വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുണ്ട്. വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ ഒരു പുണ്യഭൂമിയാണിത്. ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കിണർ വിശുദ്ധ തോമസ് ലീഹായുടെ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കുഴി നീരുറവയായി തീർന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ ജലം കുടിക്കുന്നവർക്ക് രോഗസൗഖ്യവും ലഭിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. തോമസ് ലീഹായുടെ ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിലെ ഗായക സംഘത്തെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ ഗായക സംഘം പള്ളിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന കുറെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നടത്തുന്ന ദാവീദിന്റെ കിന്നരങ്ങളെന്ന ഈ ആൻഡിസോയിൽ തിരുത്തൂരുടെ നിന്നുള്ള ഞങ്ങളുടെ സ്വയം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരും ഇടവക മൊത്തത്തിലൊരു സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ തുരുത്തൂരിലെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള ഞങ്ങളുടെ സ്വന്തം കൊയർ ടീം ഗുഡ്നസ് TV ഒരുക്കുന്ന ഈ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. തുരുത്തൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ ഗായക സംഘത്തിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് കൃത്യമായ സ്വാഗതം. ആദ്യ റൗണ്ടായ കൊയർ സിംഗിംഗ് റൗണ്ടിലേക്ക് തുരുത്തൂർ സെന്റ് തോമസ് ചർച്ചിലെ ഗായകരെ നമുക്ക് സ്വാഗതം ചെയ്യാം.
വശമതൊരു കന്യകയെ ദൈവസുതന്റെ മാതാവേ വശമതൊരു കന്യകയെ ദൈവസുതന്റെ മാതാവേ താഴെ മലയിലെ കടൽ വീതികളിൽ സുന്ദരൊരു തുണയായി നിന്നതുപോ താഴ്വഴി മലയിലെ കടൽ വീതികളിൽ സുന്ദരൊരു തുണയായി നിന്നതുപോ വരവീരണമേ തിരുസുതരിൽ കൃപതങ്കരമഴ പൊഴിയും കരുണാമയ സാഗരമേ സൈന്യത്തിമാരാമേ പരിശുദ്ധ കന്യകേ. സ്നേഹഗുണങ്ങൾ ഉടയവളെ നിൻ സ്നേഹം നുണയാകണയുന്നു സ്നേഹഗുണങ്ങൾ ഉടയവളെ നിൻ സ്നേഹം നുണയാകണയുന്നു വത്സലതായേ ഹൃദയാലേ പ്രാർത്ഥന സർവ്വം കേൾക്കണമേ വത്സലതായേ ഹൃദയാലേ പ്രാർത്ഥന സർവ്വം കേൾക്കണമേ കണ്ണീരം ആനന്ദിടണേ കൃപതങ്കരമഴ പൊഴിയും കരുണാമയ സാഗരമേ സൈവത്തിമാരാമേ പരിശുദ്ധ കന്യകേ കൃപതങ്കരമഴ പൊഴിയും കരുണാമയ സാഗരമേ സൈവത്തിമാരാമേ പരിശുദ്ധ കന്യകേ. വളരെ മനോഹരമായി തന്നെ നല്ല എഫേർട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് കൊയർ സിംഗിങ് റൗണ്ടിൽ സെന്റ് തോമസ് ചർച്ചിലെ ഗായകർ ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടിന്റെ അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. വളരെ ലാളിത്യമുള്ള ഒരു പാട്ട്, അതിലേറെ ഇമ്പമാർന്ന ഈണം, നിങ്ങളുടെ ആലാപനം അതീവ ഹൃദ്യമായിരുന്നു, കോരിത്തെരിപ്പിക്കുന്നതായിരുന്നു. എന്തുകൊണ്ടും ഈ പാട്ട് പ്രത്യേകിച്ച് ഇതിന്റെ രചനയോട് അങ്ങേയറ്റം വിശ്വസ്ത പുലർത്തുന്ന, നീതി പുലർത്തുന്ന ആ ഒരു സംഗീതമാണ്. അതോടൊപ്പം തന്നെ ആലപിച്ചതും അങ്ങേയറ്റം ഹൃദ്യമാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചരിച്ചം പറഞ്ഞതുപോലെ ഒരു ലാളിത്യത്തിന്റെയും സൗന്ദര്യം നിറഞ്ഞിരുന്ന ഒരു സുന്ദര സുഗമമായ ഒരു രചനയും സംഗീതവും. തീർച്ചയായും നമുക്കറിയാം, ഒരു രചനയ്ക്ക് ഒരു സംഗീതമുണ്ട്. ആ രചനയ്ക്കുള്ള സംഗീതം അതിലേക്ക് പെയ്തിറങ്ങുമ്പോഴാണ് ആ ഗാനം നമുക്ക് അനുഭവമായി മാറുന്നത്. അത് അക്കാര്യത്തില് ഈ രചനയും സംഗീതവും ഏറ്റവും യോജിച്ചു നിൽക്കുന്നു. വളരെ ലളിതസുന്ദരമാണ്. പിന്നെ മറ്റൊരു പാടി ഒപ്പം അവർ ചേർന്ന് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രാർത്ഥനാപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ മനോഹരമായി പാടാൻ കഴിയും. ഇതിൽ ഏറ്റവും കുറച്ചുകൂടി തോന്നുന്നത് നിഷ്കളങ്കമായിട്ട് കുഞ്ഞ് അന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മക്കളിൽ നിന്ന് പാടിയതുപോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ നിഷ്കളങ്കത നിങ്ങൾ നിറഞ്ഞു വന്നിരുന്നു. അതും ഇതിനൊരു നല്ല ഘടകമായി എനിക്ക് തോന്നി. അതായത് ഇനിയും പ്രാർത്ഥനാപൂർവ്വം അങ്ങനെ പാടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രചനയും സംഗീതവും ആലാപനവും കൂടുതൽ പ്രാർത്ഥനാപൂർവ്വം മികവുള്ളതാക്കി തീർക്കട്ടെ. അങ്ങനെ അനേകം പേർക്ക് നന്മ നിറഞ്ഞ സാക്ഷ്യം വഹിക്കുവാൻ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിക്കുന്നു. ഇവിടെ കേട്ട പാട്ടുകളിൽ ദേവാലയ ആലാപനത്തിന് ഏറ്റവും അനുയോജ്യമായ ഗാനം ഇതായിരുന്നു. ഇതിനകത്ത് രണ്ട് കാര്യം
കോമ്പസിഷൻ നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞതിനോട് ഞാൻ വിചാരിക്കുന്നു കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യാമെന്ന്. ഉദാഹരണം കൃപതൻ വര വഴി വര നമ്മൾ പഠിക്കുക 1 2 3 കൃപതൻ ആ പ്രയോഗം കരുണാമയ സാഗരമേ എന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരുമായിരുന്നു. ഇപ്പൊ കേൾവിക്കാർക്ക് അവിടെ വരുമ്പോൾ സാഗരമേ അങ്ങനെ എന്തോ ഗരം ठंडा नहीं है ऐसा लगता है. So that is my problem for that. But since you are on to the path of ലാളിത്യം, ആ ലാളിത്യത്തെ പിടിച്ചോണ്ട് പോവുകയായിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ചോദ്യം വരുന്നു, ഈ ലാളിത്യവേദം ആദ്യം ലിറിക്സ് ആണ് കിട്ടിയത് അല്ലെങ്കിൽ ആദ്യം ട്യൂണായിരുന്നു? ട്യൂണായിരുന്നു. ആ the problem is with the lyricist. പിന്നെ വേറൊരു ഗുണം ഈ പാട്ടിനുള്ളത്, നിങ്ങളെ ഈ പാട്ടിന്റെ റേഞ്ച് എന്ന് വെച്ചാൽ സരിഗമപദനി സാവര് പോകുന്നുണ്ടോ, മുകളിൽ പോകുന്നുണ്ടോ? ആ ഒന്ന് പഠിക്കാൻ, മുകളിലൊക്കെ പഠിക്കും. സ്നേഹഗുണങ്ങളുടയവളെ നിൻ സ്നേഹം സ്നേഹഗുണം ആ മുകളില് ആന്നൊന്നും പാടാതെ ഈ മെലഡി മാത്രം ഒന്ന് പാടിയത്. വത്സലതായേ കൃപയാലിന്നോടെ പ്രാർത്ഥന സർവം കേൾക്കണമേ. വത്സലതായേ കൃപയാലിന്നോടെ പ്രാർത്ഥന സർവം കേൾക്കണമേ. കണ്ണീരൊപ്പാൻ വന്നിടണേ. ഫ്രണ്ട്സ് എത്ര നോട്ടുണ്ട് ഈ പാട്ടിന്? എല്ലാം പറയും എത്രയുണ്ട്? പാവരല് എക്സലന്റ്. പിന്നെ ഒരു പോയിന്റ്, മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ചിത്രകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സിംപ്ലിസിറ്റി ഈസ് ദി ഹയസ്റ്റ് സൊഫിസ്റ്റിക്കേഷൻ. എന്ന് വെച്ചാല് സിംപ്ലിസിറ്റിയില് നമ്മൾ അങ്ങേയറ്റത്തെ കൈ കാണുന്നു എന്നാണ്. ആർട്ടിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് അങ്ങേയറ്റത്തെ കൈ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ യു ഹാവ് അച്ചീവ്ഡ് ദാറ്റ് ആൻഡ് ഐ തിങ്ക് യു ഷുഡ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. പിന്നൊരു ചോദ്യം, ഈ കൗണ്ടർ മെലഡി എങ്ങനെ കിട്ടും? ഇവരെല്ലാം മുകളിൽ പാടി എങ്ങനെ ചെയ്തു? അത് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ അതെങ്ങനെ വന്നത് പോലെ ചെയ്തോ? ഓർക്കസ്ട്രേറ്ററാണ് ചെയ്തത് അല്ലെങ്കിൽ കമ്പോസറാണ്? ആരാ ചെയ്തത്? കാണിക്കണ്ട, ഓക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അത് പഠിക്കണം. ഓക്കെ, എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞുതരാം. Wonderful. This is one of the greatest moments I have experienced here. Thank you very much. All of you. ദാവീദിന്റെ കിണറുകളിലെ അടുത്ത റൗണ്ടായ ഡ്യുവറ്റ് റൗണ്ടിൽ തിരുത്തൂർ സെന്റ് തോമസ് ചർച്ചിലെ ഗായകർ ആലപിക്കുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം. ആയിരം കൈ അജതാരികൾ കാണയുന്നു
നിന്നതഗാനങ്ങൾ പാടുവാനായി നീ നൽകിയ ഗാനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ പാപകരങ്ങളും സ്വീകരിക്കുവാന കഴുത്താരേ ആയിരം കൈത്തിരി പലതാരിരങ്ങൾ പറയുന്നതാകാ നിന്റെ സന്നിധി അർപ്പിച്ച നിങ്ങളീ സ്നേഹമേകും ദിവ്യകാരുണ്യമേ കൈക്കൊണ്ടിടാം ഞങ്ങൾ ഈ ബലി താഴ്ചകളും സ്വീകരിക്കും ആയിരം കൈത്തിരി പകരാനിരങ്ങൾ വളരെ മനോഹരമായി തന്നെ യൂണിറ്റ് റൗണ്ടിലെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ പാട്ടിന്റെ അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. നിൻ അവദാനങ്ങൾ പാടുവാനായി നീ നൽകിയ ദാനങ്ങളെല്ലാം അത് പാടിയപ്പോഴേ നല്ല ഫീലായി. ആ പോർഷൻ പാടിയപ്പോഴേ പ്ലാനൊക്കെ ഇട്ട് പാടി നന്നായിട്ട് വന്നു. ഹൃദയത്തെ സ്പർശിക്കുന്ന ചില വരികളും ചില ആലാപന ലൈനുകളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഗാനം. തിരക്കേടില്ലാതെ ഞങ്ങൾ പാടി. ഓൾ ദ ബെസ്റ്റ്. നെറ്റർ ആൻഡ് മരിയ, നല്ല സ്വരം, ദൈവം തന്ന മഹാദാനം. ഇത് ആ ദൈവം തന്നുള്ള ബുദ്ധിയോടുകൂടി പരിപോഷിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അനേക ഹൃദയങ്ങൾക്ക് അനുഭവമാണ്. മനോഹരമായി ആലപിച്ചു. എങ്കിൽ ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ആയിരം കൈത്തിരി അകരാലി വേന്തി അണയുന്നു നാഥ നിൻ സവിതേ. ധനം അതല്ല ഉച്ചരിച്ചത് തേ, സവിതേ എന്നാണ്. അതാണ് ഇവിടെ ശ്രമിച്ചത് എന്ന് കേട്ടത്. സവിധേ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഫീല് കൂടുമ്പോൾ ഇവിടെ ഫീല് വരുത്താൻ വേണ്ടി പാടുമ്പോൾ ഇവിടെ അന്മര്യ പാടിയത് എടുത്തു പാടിയത് ആയിരം കൈത്തിരി അലകാരിന്റെ അത്രയോ ഹിന്ദി കേട്ടില്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യമാണ്. നമ്മളത് ഫീല് കൂടി വരുമ്പോൾ ഇതിന്റെ എൻഡിങ് അക്ഷരങ്ങളൊക്കെ ചോദിച്ചു പോകും. ചിലപ്പോൾ കിട്ടിയില്ല പോലും. മറിച്ച് ഓരോ
ഓരോ അക്ഷരങ്ങളും അതിന്റെ വളരെ പ്രാധാന്യത്തോടെ ഓരോ പദങ്ങളും കൃത്യതയിൽ പറയാൻ നമ്മൾ അധരം തുറന്ന് അത് പാടുമ്പോഴാണ് അത് ജീവനായി മാറുക. അങ്ങനെയാണത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതായത് നമ്മൾ ഫീൽ കൊടുക്കുമ്പോഴൊക്കെ അതെല്ലാം മറന്നുപോകും. ഏതായാലും വളരെ മനോഹരമായി നിങ്ങൾ അത് പാടി രണ്ടുപേരുടെയും സ്വരം നല്ല ലയിച്ച് കിടന്ന ഒരു അനുഭവമായിരുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നൽകുന്നു നെറ്ററെ. കൂടുതൽ ഇപ്പം നെറ്റർ മ്യൂസിക് ചെയ്തല്ലേ മ്യൂസിക്. അപ്പോൾ ഒരു സംഗീതം ചെയ്യുന്ന വ്യക്തി പാടുകൂടി ചെയ്യുമ്പോൾ അതിന് ഇരട്ടി ജീവനായി മാറും. ഇല്ല സാറേ, അതിന്റെ അതങ്ങനെ അപ്പൊ ഏതായാലും ഒപ്പം അതിനോട് ചേർന്ന് അൻവരിയെ പാടി നന്നായി തന്നെ നീങ്ങട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ആശംസ. ഇദ്ദേഹം പറഞ്ഞതിനോട് കൂടി ചേർത്ത് ഞാൻ പറയുകയാണ്, പാട്ടുണ്ടാക്കുന്ന ആള് പാടുന്ന ആളായിരിക്കും. അത് ബേസിക്കാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തില് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണത്. ആദ്യത്തെ സ്റ്റെപ്പ് പാടുന്ന ആള്, പാട്ടുണ്ടാക്കുന്ന ആൾ പാട്ടുകാരനായിരിക്കണം എന്നുള്ളതാണ്. അതൊരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഫീമെയിൽ ഉച്ചാരണം കുറച്ചും കൂടി ഷാർപ്പാക്കണം. മൈക്രോഫോണിന്റെ ഡിഫക്റ്റ് ആയിരിക്കാം, സൗണ്ട് എഞ്ചിനീയറിന്റെ പ്രശ്നമായിരിക്കാം, എന്റെ ചെവിയുടെ പ്രശ്നമായിരിക്കാം. പക്ഷെ ഇതൊക്കെ പാട്ടുകാരി കവച്ചു വെക്കണം. അതായത് എക്സാജറേറ്റ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യണം. സോ ഐ തിങ്ക് യു ഹാവ് ഗ്രേറ്റ് prospect both as a composer and a singer. Both of you as singers, you have a great prospect. As a composer of church music, you have a great prospect. അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയിരുന്ന ഞാൻ അടിച്ച് കാസറി എന്ന് പറയരുത്. യു ഹാവ് ടു തിങ്ക് എത്ര എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് വിളിച്ച് തന്നെ ചോദിക്കുക, അതിനുള്ള സ്റ്റെപ്സ് എടുക്കുക. ദാവീദിന്റെ കിണറുകളിൽ തുരുത്തൂർ സെന്റ് തോമസ് ചർച്ചിന്റെ ആദ്യ 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ 2 പാട്ടും കേട്ടിട്ട് ഇവർക്ക് ഗ്രേഡ് കൊടുത്തിരിക്കുന്നത് A4 stars, അത് the highest grade so far.